അതൊരു വിജനമായ ദ്വീപായിരുന്നു. ചുറ്റും അലറിവിളിക്കുന്ന സമുദ്രം. മനുഷ്യവാസമില്ലാത്ത ആ മണ്ണിൽ മരണം തൊട്ടടുത്തെത്തി നിൽക്കുമ്പോൾ ഒരാൾക്ക് എത്രകാലം അതിജീവിക്കാൻ കഴിയും? ചരിത്രം മറന്നുപോയ ഒരു മനുഷ്യന്റെ പോരാട്ടമാണ് റോബിൻസൺ ക്രൂസോ. ഇതൊരു വെറും കഥയല്ല, ആധുനിക മനുഷ്യന്റെ ആത്മവീര്യത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. 1651 ഒരു സെപ്റ്റംബർ മാസം, കടലിനെ പ്രണയിച്ച, സാഹസികതകളെ മോഹിച്ച ഒരു യുവാവ് തന്റെ മാതാപിതാക്കളുടെ വിലക്കുകളെ അവഗണിച്ച് കപ്പൽ കയറുന്നു. പക്ഷേ വിധി അയാൾക്കായി കരുതിവെച്ചത് മറ്റൊന്നായിരുന്നു. ബ്രസീലിലേക്കുള്ള യാത്രയ്ക്കിടയിൽ കരീബിയൻ കടലിൽ വെച്ച് ആ കപ്പൽ ഭീകരമായ കൊടുങ്കാറ്റിൽപ്പെട്ടു. കൂറ്റൻ തിരമാലകൾ കപ്പലിനെ കടപുഴക്കി. പ്രിയപ്പെട്ട കൂട്ടുകാർ, കടലിന്റെ ആഴങ്ങളിലേക്ക് മറഞ്ഞു. ഒടുവിൽ ബോധം തെളിയുമ്പോൾ ക്രൂസോ ചെന്നടിഞ്ഞത് മനുഷ്യവാസമില്ലാത്ത ഒരു അപരിചിത ദ്വീപിലായിരുന്നു. കൈയിൽ തോക്കോ ഭക്ഷണമോ തലചായ്ക്കാൻ ഒരിടമോ ഇല്ല. വന്യമൃഗങ്ങളുടെയും നരഭോജികളുടെയും ഭയം ഒരു വശത്ത്, ഏകാന്തതയുടെ ഭീകരത മറ്റൊരു വശത്ത്. താനിനി ഒരിക്കലും ഈ ലോകത്തേക്ക് തിരിച്ചെത്തില്ലെന്ന് ഉറപ്പിച്ച നിമിഷങ്ങൾ. പക്ഷേ അവിടെയാണ് ക്രൂസോ എന്ന മനുഷ്യൻ വീണ്ടും ജനിക്കുന്നത്. തകർന്നുപോയ കപ്പലിലെ അവശിഷ്ടങ്ങളിൽ നിന്ന് അയാൾ തനിക്ക് ആവശ്യമുള്ളവ ഓരോന്നായി കണ്ടെടുത്തു. തോക്കും വെടിമരുന്നും ചില ഉപകരണങ്ങളും. മണ്ണിൽ ഗുഹയുണ്ടാക്കി അയാൾ ഉറങ്ങാൻ ഒരിടം കണ്ടെത്തി. കാട്ടുആടുകളെ മെരുക്കി പാലിനായി വളർത്തി. കൃഷി ചെയ്യാൻ പഠിച്ചു. ഓരോ ദിവസവും അയാൾ മരത്തടിയിൽ വരകളിട്ട് കാലം കണക്കുകൂട്ടി. ആ 28 വർഷത്തെ ഏകാന്തവാസം കേവലം ഒരു അതിജീവനമായിരുന്നില്ല. അത് ഒരു മനുഷ്യൻ പ്രകൃതിയോടും സ്വന്തം മനസ്സിനോടും നടത്തിയ യുദ്ധമായിരുന്നു. താൻ ഒറ്റയ്ക്കാണെന്ന സത്യം അയാളെ ഭ്രാന്ത് പിടിപ്പിക്കാൻ നോക്കിയപ്പോഴെല്ലാം പ്രാർത്ഥനയിലും അധ്വാനത്തിലും അയാൾ അഭയം കണ്ടെത്തി. വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം കടൽത്തീരത്ത് അയാൾ ഒരു മനുഷ്യന്റെ കാൽപ്പാട് കണ്ടു. ആ ദ്വീപിൽ അയാൾ തനിച്ചല്ലെന്ന തിരിച്ചറിവ് ഭയവും ആകാംക്ഷയും ഒരേപോലെ നൽകി. ആ കൂടിക്കാഴ്ചയാണ് ഫ്രൈഡേ എന്ന മനുഷ്യനെ അയാളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. ഭാഷയും സംസ്കാരവും വിഭിന്നമായ രണ്ടു മനുഷ്യർ ആ വിജനമായ ദ്വീപിൽ പരസ്പരം താങ്ങായി മാറി. നരഭോജികളിൽ നിന്ന് ഫ്രൈഡേയെ രക്ഷിച്ച ക്രൂസോ അവനെ തന്റെ ഉറ്റ സുഹൃത്തായി കൂടെ നിർത്തി. ഒടുവിൽ 1686 ഏതാണ്ട് 30 വർഷങ്ങൾക്ക് ശേഷം ഒരു ഇംഗ്ലീഷ് കപ്പൽ ആ ദ്വീപിന്റെ തീരത്തെത്തി. കാത്തുനിന്ന മോചനം അയാളെ തേടിവന്നു. ക്രൂസോ മടങ്ങിപ്പോയത് കേവലം ഒരു മനുഷ്യനായല്ല, മറിച്ച് പ്രകൃതിയെയും ജീവിതത്തെയും പൂർണ്ണമായി അറിഞ്ഞ ഒരു അതിജീവകനായിട്ടായിരുന്നു. റോബിൻസൺ ക്രൂസോ എന്നത് വെറുമൊരു സാങ്കൽപ്പിക കഥയല്ല. അലക്സാണ്ടർ സെൽക്കിർക്ക് എന്ന നാവികന്റെ യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഡാനിയൽ ഡെഫോ രചിച്ച ഈ ചരിത്രം ഇന്നും നമ്മോട് പറയുന്നതൊന്നേയുള്ളൂ: എത്ര വലിയ പ്രതിസന്ധിയിലും തളരാത്ത മനക്കരുത്തുണ്ടെങ്കിൽ ലോകത്തിന്റെ ഏതറ്റം വരെയും നമുക്ക് അതിജീവിക്കാം. ഇന്നും ആ ദ്വീപിന്റെ കഥകൾ കേൾക്കുമ്പോൾ തിരമാലകൾക്കിടയിൽ നമ്മൾ തിരയുന്നത് ആ പഴയ നാവികന്റെ കാൽപ്പാടുകളാണ്.